Hi friends, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ ഇലക്ട്രിക് സൈക്കിളിന്റെ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാണ് ഞാൻ ഇടുന്ന വീഡിയോ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ. നമ്മൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് സൈക്കിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഇത് മോട്ടറാണ്. നമ്മുടെ ഹബ്ബിൽ മോട്ടർ ഫിറ്റ് ചെയ്തു. ഇത് 36 വോൾട്ട് 250 വാട്ട്സാണ് ഈ മോട്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണമാതിരി സാധാ സൈക്കിളിൻ്റെ ഹബ്ബായിരിക്കും, ഒരു ചെറിയ റൗണ്ട് ആയിരിക്കും. ആ ഹബ്ബ് മാറ്റി നമ്മൾ ഇവിടെ അതിൻ്റെ മോട്ടർ, ഇതിൻ്റെ ഹബ്ബിലാണ് ഇതിൻ്റെ മോട്ടർ ഇരിക്കണത്. അതുമ്പോൾ നമ്മൾ റിമ്മ് സെറ്റ് ചെയ്ത് നമ്മുടെ പഴയ ടയറുമ്മ സൈക്കിളിമ്മ കിട്ടിയ ടയറുമ്മ തന്നെയാണ് നമ്മൾ റിമ്മ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ മോട്ടർ. പിന്നെ ഇവിടെ വേറെ വരുന്നത് ഇതിൻ്റെ കൺട്രോളറാണ്. നമ്മൾ കൺട്രോളർ വെച്ചിരിക്കുന്നത് നമ്മുടെ മോട്ടറിൽ നിന്നുള്ള പവർ സപ്ലൈയും പിന്നെ നമ്മുടെ ത്രോട്ടിൽ സ്റ്റിക്ക്, ലൈറ്റ്, താക്കോല്, അതിൻ്റെ ഹോൺ എല്ലാത്തിൻ്റെയും ബാറ്ററിയുടെ എല്ലാത്തിൻ്റെയും പവർ സപ്ലൈ ഇതിനകത്തേക്ക് വരുന്നത്. ഇവിടെ നിന്നാണ് ഓരോ ഇതിലേക്കും പോകുന്നത്. പിന്നെ ഇതിന് വേഗം പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഇത് 36 വോൾട്ട് 15 ഇഞ്ച് ബാറ്ററിയാണ്. നമ്മളിത് വാങ്ങിച്ചത് ആമസോണിൽ നിന്ന്. ഏകദേശം ഒറ്റ ചാർജിൽ 5 മണിക്കൂർ വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ലിഥിയം അയൺ ബാറ്ററിയാണ്. പിന്നെ നമുക്ക് ഇത് ബാറ്ററി ഊരാൻ പറ്റും. അത് നമ്മൾ സൈക്കിളിന് തന്നെ ഒരു താക്കോൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ താക്കോല്. ഈ ജസ്റ്റ് നമ്മൾ ഈ താക്കോൽ ഇട്ടിട്ട് തിരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഊരി കണ്ടോ. നമുക്ക് രാത്രിയൊക്കെ ബാറ്ററി ഊരി വെക്കാനൊക്കെ ഇത് എളുപ്പമാവും. അപ്പോൾ നമുക്ക് ആദ്യം പേടിക്കാതെ വീട്ടിൽ ചെയ്യാം. ബാറ്ററി ഊരി നമുക്ക് അകത്ത് വയ്ക്കാം. നമുക്കിത് ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് സെക്ഷൻ വരുന്നത്. നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഇതുണ്ട്. ചാർജർ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററി സെക്ഷൻ. അതുപോലെ തന്നെ നമുക്ക് ഇതെടുത്ത് അങ്ങനെ തന്നെ ഇതിൻ്റെ ലോക്കാണ് ഇവിടെ. ഈ ലോക്കിലേക്ക് ഇട്ടിട്ട് താഴേക്ക് തമർത്തിയാൽ അത് ലോക്കായിക്കോളും. പിന്നെ നമ്മൾ പൂട്ടിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഹാൻഡിൽമാൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഫ്രണ്ടും ബാക്കും ഇലക്ട്രിക് ബ്രേക്കാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാം നമ്മൾ ബാക്ക് ബ്രേക്ക് ഡിസ്ക്കാണ്, ഫ്രണ്ട് ബ്രേക്ക് സാധാ ബ്രേക്ക്, ബാക്ക് നമ്മൾ ഡിസ്ക്കാണ് വെച്ചിരിക്കുന്നത്. ഡിസ്ക് നമുക്ക് ഈ കിറ്റിൻ്റെ കൂടെ ബ്രേക്ക് സെറ്റ് കിട്ടുന്നതാണ്. പിന്നെ നമ്മളിവിടെ ഹാൻഡിൽമേ ഇവിടെ 2 ഹോൺ വരുന്നുണ്ട്. അതായത് ഒരെണ്ണം ഇതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ശബ്ദം, പിന്നെ ഹോൺ, പിന്നെ ഇതിവിടെ ലൈറ്റ്. ഇത് നമുക്ക് കണ്ടോ ഇവിടെ അത്യാവശ്യം നല്ല പ്രകാശമുണ്ട് ഈ ലൈറ്റിന്. പിന്നെ നമ്മളിവിടെ വേറെ സ്വിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ അഡീഷണൽ ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഒരു റെഡ് ലൈറ്റ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് അഡീഷണൽ. അതാണ് അതിൻ്റെ സ്വിച്ച്. നമ്മൾ വെച്ചില്ല, നമ്മൾ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഫോൺ വയ്ക്കാനാണ്. നമുക്കിവിടെ ഫോൺ കണക്ട് ചെയ്യാം. നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ജസ്റ്റ് താക്കോൽ കൊടുത്തിട്ട് ആക്സിലേറ്റർ തിരിച്ചാൽ നമ്മളുണ്ടോ നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യും. അതാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു സെൻസർ വരുന്നുണ്ട്. ഇത് പെഡൽ അസിസ്റ്റൻറ്റ് സെൻസറാണ്. ഇതെന്തിനാണ് വെക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ താക്കോൽ ഓൺ ആക്കിയിട്ട് ആക്സിലേറ്റർ കൊടുക്കണില്ല, നല്ലൊരു കയറ്റം. ആ കയറ്റത്ത് നമുക്ക് ഈ പെഡൽ പയ്യെ ചവിട്ടി, അതായത് നമ്മൾ പയ്യെ ചവിട്ടി കൊടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കയറിപ്പോവും. കയറ്റം ഇറങ്ങണ മാതിരി നമുക്ക് എത്ര വലിയ കയറ്റമാണെങ്കിലും കയറിപ്പോവും അത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ വല്ല വേലറ്റ് ആക്സിലേറ്റർ കൂട്ടിയിട്ട് കയറണില്ലെങ്കിൽ നമുക്ക് പയ്യെ ഒന്ന് ചവിട്ടി കൊടുത്താൽ അതിനനുസരിച്ച് നമ്മൾ പയ്യെ ചവിട്ടി, അധികം സ്പീഡ് ചവിട്ടണ്ട, പയ്യെ ചവിട്ടുമ്പോൾ അതിനനുസരിച്ച് അത് കയറിപ്പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇലക്ട്രിക് സൈക്കിളിൻ്റെ കാര്യങ്ങൾ. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ പെഡൽ അസിസ്റ്റൻറ്റ് സെൻസറിൻ്റെ ഇതാണ്. അതായത് നമ്മൾ പെഡൽ പയ്യെ ചവിട്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ 2 ഇരട്ടി സ്പീഡിൽ നമ്മുടെ ടയർ കറങ്ങുന്നത് കാണാം. നമ്മൾ ആക്സിലേറ്റർ ഉപയോഗിച്ചിട്ടില്ല, പയ്യെ നമ്മുടെ പെഡൽ ചവിട്ടി കൊടുക്കണുള്ളൂ. അതിനനുസരിച്ച് 2 ഇരട്ടി സ്പീഡിൽ നമ്മുടെ ടയർ കറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ചെറിയ വീഡിയോ ആയിരുന്നു. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഇലക്ട്രിക് സൈക്കിളിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നമ്മളിന്നിപ്പോൾ ഇലക്ട്രിക് സൈക്കിളാണ്. ഇത് ഏകദേശം ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു 45 കിലോമീറ്റർ, അതായത് നമ്മുടെ ഈ കൺട്രോളറിലെ ഈ ഒരു വയർ കട്ട് ചെയ്തതിന് 45 വരെ കയറാം. പക്ഷേ അത് നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ വാറണ്ടി പോവും.
അപ്പോൾ മാക്സിമം അതിന് 30 കിലോമീറ്റർ സ്പീഡ് വരെ കിട്ടും നമുക്ക് സൈക്കിളിന് സുഖമായിട്ട് കൊണ്ടുവന്ന് വരാം. 5 മണിക്കൂർ വരെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ചാർജിൽ 5 മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടും. പിന്നെ എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ കമ്പനിയിലൂടെ അറിയിക്കുക. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഒരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കി. അപ്പോൾ ഇതാണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.